ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കേരളവാണി ഒരുക്കുന്ന നോൻപുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വയം നിഗ്രഹത്തിൻ്റെ തപശ്ചര്യകളും ആത്മശുദ്ധീകരണത്തിൻ്റെ പരിഹാര പ്രവൃത്തികളുമായി തപസ് കാലത്തിലായിരിക്കുന്ന നമുക്ക് നമ്മുടെ ജീവിതാനുഭവങ്ങൾ പകർന്നേകുന്ന ഒത്തിരി നല്ല അനുഭവങ്ങളുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങളിലെ കൈപ്പേറിയ അനുഭവങ്ങളാണ് ഭാവിയിൽ മാധുര്യമേറുന്ന നന്മകളായി മാറുന്നത്. എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്. കാലിഫോർണിയയിലെ ഡിസ്നി വേൾഡിൻ്റെയും ഡിസ്നി ലാൻഡിൻ്റെയും സ്ഥാപകനായ വാൾട്ട് ഡിസ്നി സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരിക്കൽ പറയുകയുണ്ടായി, എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ് എന്നെ ശക്തിപ്പെടുത്തിയത്. നാം ഏൽക്കുന്ന പ്രഹരമാണ് നമുക്ക് ഏറ്റവും നന്മയ്ക്കായി പരിണമിക്കുന്നത്. മുറിവാണല്ലോ നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം. ജീവിതത്തിൽ ചെറുതും വലുതുമായ മുറിവുകളിലൂടെ കടന്നു പോകാത്ത ആരും തന്നെ ഉണ്ടാവില്ലല്ലോ. എന്നാൽ എന്താണ് ആ മുറിവുകളോടുള്ള എൻ്റെ മനോഭാവം? ചില വ്യക്തികളുടെ ജീവിതങ്ങൾ വേദനകളുടെ തീരാക്കടലുകളാണ്. എന്നാലും അവർ പുഞ്ചിരി തൂകി കണ്ടുമുട്ടുന്നവർക്കെല്ലാം സന്തോഷത്തിൻ്റെ സുവിശേഷമായി മാറാറുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് ബ്ലഡ് ക്യാൻസറായി കാലുകൾ രണ്ടും തളർന്ന് എല്ലുകൾ തുളർച്ചയായിരുന്ന വേദനയുമായി കഴിയുന്ന സിജു അച്ഛൻ. താൻ ഏറെ സ്വപ്നം കണ്ടിരുന്ന പൗരോഹിത്യത്തിലേക്ക് കാലെടുത്ത് വെച്ച് 4 വർഷം കഴിയുമ്പോൾ തന്നെ അച്ഛനെ ബ്ലഡ് ക്യാൻസർ ബാധിക്കുന്നു. എല്ലാ ദിവസവും തൻ്റെ കസേരയിലിരുന്ന് ദിവ്യബലി അർപ്പിക്കുകയും തന്നെ കണ്ടുമുട്ടുന്നവർക്ക് എല്ലാം ഏറെ സന്തോഷം പകരുന്ന പുഞ്ചിരി തൂകുകയും ചെയ്യുന്ന ഒരു നല്ല വൈദികൻ. അനുദിനവും അച്ഛൻ അർപ്പിക്കുന്ന ദിവ്യബലികളാണ് അച്ഛനെ ശക്തിപ്പെടുത്തുന്നത്. മുറിവുകൾ സ്നേഹമായി പകർത്തിയ ദിവ്യബലയിൽ നിന്നും ഏറെ ശക്തി സംഭരിച്ച വ്യക്തികൾക്കാണ് ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന തിരമാലകളുടെ അനുഭവങ്ങളിലും മുറിവുകളിൽ വിജയം ആഘോഷിച്ച നല്ല തമ്പുരാനിൽ ആശ്രയം കണ്ടെത്താൻ ആവുകയുള്ളൂ. എൻ്റെ ജീവിതത്തിൽ തകർക്കുന്ന വാക്കുകളോ പ്രവൃത്തികളോ അനുഭവങ്ങളോ എന്തു തന്നെ ഉണ്ടായാലും ഞാൻ അതിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതാണ് ഏറെ പ്രധാനം. നമ്മൾ ചിലരെങ്കിലും ഒത്തിരി സ്നേഹത്തോടെ ഏറ്റുപാടുന്ന ഈരടികളിൽ ഒന്നാണ്, അങ്ങേ തിരുമുറിവുകളാൽ എന്നെ മറയ്ക്കണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ എന്ന്. ഈ ഈരടികളിൽ പറയുന്നത് പോലെ എൻ്റെ മുറിവുകളോടും ഞാനായിരിക്കുന്ന അവസ്ഥകളോടും കൂടെ ഈശോയുടെ ഹൃദയത്തിൽ വിലയം പ്രാപിച്ചുകൊണ്ട് അവിടുത്തെ തിരുമുറിവുകളിൽ മറഞ്ഞിരുന്നു കൊണ്ട് എൻ്റെ മുറിവുകളെ രക്ഷാകരമാക്കിക്കൊണ്ട് സന്തോഷത്തിൻ്റെ സുവിശേഷം പകരുന്ന വ്യക്തിയായി മാറാൻ ഈ നോൻപ് കാലത്ത് നമുക്ക് പരിശ്രമിക്കാം. അതിനായി ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.